ശത്രുദോഷം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? യഥാർത്ഥത്തിൽ ആരാണ് നമ്മുടെ ശത്രു? അറിയാം ഇന്നത്തെ വീഡിയോയിലൂടെ. നമസ്കാരം, കൃഷ്ണാരി മിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. കൈ രണ്ടും കൂപ്പി ഞാൻ വീണ്ടും ഇരക്കുന്നു, നീരജലോചന നിന്നോടായി. ഏതേനു മന്യനെ കുമ്പിടേണ്ടാത്തൊരു രീതിയിൽ നീ എന്നെ പാലിക്കുന്നായി. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ വെണ്ണക്കണ്ണനായിട്ടാണ് നിൽക്കുന്നത്. വെണ്ണയുടെ ഒരു കുടം ഇങ്ങനെ അടുത്ത് വെച്ചിട്ടുണ്ട്, നിൽക്കുകയാണ്. കണ്ണന്റെ കാലിന്റെ അടുത്തായിട്ട് ഒരു വെണ്ണക്കുടവും കാണാൻ സാധിക്കും. അങ്ങനെ തടിച്ചുരുണ്ട് ഗുണ്ടുമണിയായിട്ടുള്ള നമ്മുടെ വെണ്ണക്കണ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം അല്ലേ. ഇന്നും ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഇന്നലെ പെൻഡിങ് വെച്ച ചോദ്യങ്ങളുണ്ട്. രമാദേവി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, വെറ്റില വഴിപാട് എന്നൊരു വഴിപാടുണ്ടോ, എങ്ങനെയാണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഉണ്ട്. വിവാഹാദി മംഗള കർമ്മങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെറ്റിലടക്കി നേദിക്കാറുള്ളത്. അത് ഷീട്ടാക്കുകയാണ് വേണ്ടത്. 2 രൂപയാണ് വെറ്റിലടക്കി നേദിക്കാനായിട്ട് ഷീട്ട് ആക്കേണ്ടത്. മിനിമം 15 ദിവസത്തിന് ഷീട്ടാക്കണമെന്ന് നിർബന്ധമുണ്ട്. അത് എത്ര രൂപയ്ക്ക് എത്ര ദിവസത്തിന് എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. 2 രൂപയേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് 41 ദിവസത്തിനോ അതല്ലെങ്കിൽ ഒരു 101 ദിവസത്തിനോ ഒക്കെ ഷീട്ടാക്കാം കേട്ടോ. അത് വളരെ നല്ല കാര്യമാണ്. അടുത്തതായിട്ട് ജയശ്രീ പ്രദീപ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, സവിത എൻ്റെ കൂട്ടുകാരി സ്ഥിരമായിട്ട് അകൃതം നിറഞ്ഞ സ്വപ്നം കാണുന്നു, അതേപോലെ ടോയ്ലറ്റ് തുടങ്ങിയവയാണ് കാണുന്നത്. നാമം ചൊല്ലാനിരിക്കുമ്പോഴും എല്ലായ്പ്പോഴും മനസ്സിൽ വൃത്തിഹീനമായ സ്ഥലങ്ങളും വസ്തുക്കളും മനസ്സിൽ വരുന്നു. നല്ലോണം പ്രാർത്ഥിക്കുന്നുണ്ട്, നാമം ചൊല്ലുന്നുണ്ട്, എങ്കിലും ഒരു മാറ്റവുമില്ല. മനസ്സിൽ വളരെ വിഷമമാണ്. അപ്പോൾ ആരോ പറഞ്ഞു അത് ശത്രുദോഷം കൊണ്ടാണെന്ന്. ഇത് മാറാൻ ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കണേ സവിത. തീർച്ചയായിട്ടും ശത്രുദോഷം കൊണ്ട് തന്നെയാണ്. ശത്രു എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ തന്നെയാണ് എന്ന് കേട്ടിട്ടില്ലേ? ഇതിപ്പോ നമ്മുടെ മനസ്സ്, ചിന്ത, അതൊക്കെയാണ് നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നത്. അത് നമ്മുടെ ശത്രുക്കളായി മാറുന്നത് മനസ്സ്, ചിന്തകൾ, അതൊക്കെയാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് എതിരായിട്ട് വരും. നാമം ജപിക്കുന്ന സമയത്ത് ഉറക്കം വരിക, അതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാണാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ തോന്നുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും അല്ലാതെ മനസ്സിലെ ചിന്ത വേറെ ആയി പോവുക, വളരെ മോശമായിട്ടുള്ള ചിന്തകൾ വരിക. ഇതിനെ ഭഗവാന് തുളസിപ്പൂവ് സമർപ്പിച്ചോളൂ കേട്ടോ. എനിക്കിപ്പോൾ തോന്നുന്നതാണ് അങ്ങനെ ചെയ്യാൻ പറയാനായിട്ട്. തുളസി ഭഗവാനെ എത്ര ചീത്തയായാലും ഇഷ്ടമാണത്രേ. ചീഞ്ഞ തുളസി ആണെങ്കിലും ഗുരുവായൂരപ്പന് ഇഷ്ടമാണത്രേ. അത്ര തുളസി പ്രിയനാണത്രേ ഭഗവാൻ. അപ്പൊ തുളസി ആണെങ്കിൽ നമുക്കും തുളസിയുടെ ഗന്ധം വലിയ ഇഷ്ടമാണ് അല്ലേ. തുളസിയും കളഭവും അതിൻ്റെയൊക്കെ ഗന്ധം കേട്ടാൽ നമ്മൾക്ക് ആദ്യം ഓർമ്മ വരെ നമ്മുടെ ഉണ്ണികൃഷ്ണനെ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ തുളസി സമർപ്പിച്ചോളൂ ഗുരുവായൂരപ്പനെ. എങ്ങനെയാ സമർപ്പിക്കേണ്ടത് ചോദിച്ചാൽ, തുളസി പൂവായിട്ട് മാലയായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ തൂണിലുള്ള ഏതെങ്കിലും ഒരു ശില്പത്തിൽ നമുക്ക് തന്നെ ചാർത്താം. അതല്ല പൂവായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അങ്ങോട്ട് മാല കെട്ടുന്നിടത്ത് കൊണ്ടുകൊടുത്ത് അവരെടുക്കുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് രാജവല്ലി എന്ന ഭക്ത ചോദിച്ചു, സവിത ഞാൻ 2 പ്രാവശ്യമായി ചോദിക്കുന്നു, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കുറയാൻ ഗുരുവായൂരപ്പന് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്? അതുപോലെ ശയനപ്രദക്ഷിണം ചെയ്യുമ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഗുരുവായൂരിലെ നിയമങ്ങൾ? ഒരു മറുപടി തരണേ. ശയനപ്രദക്ഷിണം ഉരുളുമ്പോൾ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. ശിവേലിയുടെ സമയങ്ങൾ ഒഴിവാക്കുക. അതായത് രാവിലെ 6 to 7 ഉള്ളിൽ ചെയ്യാൻ ശ്രമിക്കരുത്, റിസ്ക് ആണ്. അതല്ല വൈകിട്ട് നട തുറന്ന ഉടനെ, ഇപ്പോഴാണെങ്കിൽ നട തുറന്ന ഉടനെയാണ് ശിവേലി, ആ സമയത്ത് ചെയ്യാൻ ശ്രമിച്ചാലും റിസ്ക് ആണ്. കാരണം എപ്പോഴാണ് ഈ ആനയും ശിവേലിയും ഒക്കെ വരിക എന്നറിയില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ശിവേലി തുടങ്ങിയിട്ടില്ല, പക്ഷെ ആനയെ ചിലപ്പോൾ അകത്തേക്ക് ആനക്കൊട്ടിലിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ പ്രദക്ഷിണം വെച്ച് പടിഞ്ഞാറ് നടയിൽ എത്തുമ്പോഴാവും ആന വരുന്നുണ്ടാവുക. ചവിട്ടൊന്നുമില്ല കേട്ടോ, അതുകൊണ്ടല്ല. പക്ഷെ ഈ ശയനപ്രദക്ഷിണം ചെയ്യുന്ന ആളുടെ ശ്രദ്ധ മാറിപ്പോകും, ഈശ്വര ആന വരുന്നല്ലോ, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ വൈകിട്ട്
3:30-ക്ക് നട തുറക്കുന്ന സമയത്ത് വേണ്ടാന്ന് വെക്കുക. അതുപോലെ 6 to 7 സമയത്തിനുള്ളിൽ വേണ്ടാന്ന് വെക്കുക. ബാക്കി ഏത് സമയം വേണമെങ്കിലും ശയനപ്രദക്ഷിണം ചെയ്യാം. പിന്നെ വളരെയധികം തിരക്ക് കൂടി ഇപ്പോൾ ഗുരുവായൂർ ഏകാദശി, അഷ്ടമി, രോഹിണി അങ്ങനെയുള്ള ദിവസങ്ങളിൽ അനൗൺസ്മെന്റ് ഉണ്ടാവും ഇന്നത്തെ ദിവസം ശയനപ്രദക്ഷിണം ചെയ്യരുത് എന്ന്. അത് അത്രയധികം തിരക്കുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ വേറെ ഒന്നുമില്ല. ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ഈറനോടെ വന്ന് ശയനപ്രദക്ഷിണം ചെയ്യുക. ചെയ്തതിന് ശേഷം രണ്ടാമത് കുളിച്ചു വന്നാൽ മാത്രമേ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കാൻ പാടുള്ളൂ. ശയനപ്രദക്ഷിണം ചെയ്തു എന്ന് കരുതി അവർക്ക് സ്പെഷ്യൽ കൺസിഡറേഷനോ ക്യൂവിലല്ലാതെ അകത്തേക്ക് തൊഴാനുള്ള സംവിധാനമോ ഗുരുവായൂരില്ല കേട്ടോ. അപ്പോൾ ശയനപ്രദക്ഷിണം ചെയ്യാൻ അങ്ങനെ വേറെ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. ഇനി ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം നോക്കൂ, എന്ത് അസുഖത്തിന് എന്ത് വഴിപാട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളും ഗുരുവായൂരപ്പനും തമ്മിൽ. നിങ്ങൾ എന്ത് വഴിപാട് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്നുള്ളത് ശ്രീ ഗുരുവായൂരപ്പന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇന്ന കാര്യത്തിന് ഇന്ന വഴിപാടെന്ന് ഞാൻ പറയേണ്ട ഒരാവശ്യവുമില്ല. അല്ലാതെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന വഴിപാട് എന്താണോ അത് ഗുരുവായൂരപ്പന് സമർപ്പിച്ചോളൂ കേട്ടോ. അടുത്തതായിട്ട് നിധിൻ മേനോൻ എന്ന ഐഡിയിൽ നിന്നാണ്. നിധിൻ്റെ അമ്മയാണ് സംസാരിക്കണതെന്ന് എനിക്ക് തോന്നണേ. സവിത, ഒരു കാര്യം ചോദിക്കട്ടെ, ഉണ്ണികൃഷ്ണന് എത്ര മക്കളുണ്ട്? പേര് പറയാമോ? സാധ്യമല്ലാത്ത കാര്യമാണ് പേര് പറയല്. 16,108 വിവാഹങ്ങൾ ചെയ്തതിൽ ഭഗവാന് ഓരോ ഭാര്യമാരിലും 10 പുത്രന്മാരും 1 പുത്രിയും ഉണ്ട് എന്നാണ് ഭാഗവത പ്രകാരം പറയുന്നത്. അതിൽ ഏതാനും ചില പേരുകൾ മാത്രമേ നമുക്കറിയുള്ളൂ. പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, അതുപോലെ സാമ്പൻ തുടങ്ങിയ വളരെ കുറച്ച് പേര് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ അല്ലേ. അല്ലാതെ വേറെ ആരെയും നമുക്കറിയില്ല. കൂടുതൽ എന്താ പറയുക, എല്ലാവരുടെ പേരും ഓർത്ത് വെക്കുക എന്നുള്ളത് സാധ്യമല്ലാത്ത കാര്യമാണല്ലോ. പ്രദ്യുമ്നനെയും സാമ്പനെയും മാത്രമേ നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ അറിയുള്ളൂ. കൂടുതൽ പേരുകളൊന്നും എനിക്കും അറിയില്ല കേട്ടോ. ഭാഗവതത്തിലെല്ലാം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ ആ പേര് പഠിച്ചെടുക്കണം എന്ന് അതിൻ്റെ ഒരു ആവശ്യകത ഉണ്ടോയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അടുത്തതായിട്ട് പുഷ്പ കെ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. സവിത, എനിക്ക് വയറ്റിൽ ക്യാൻസർ ആണ്, കീമോ നടക്കുന്നു, പ്രാർത്ഥിക്കണേ മോളെ. തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാം ഭേദമായി ഗുരുവായൂർ വരുന്ന സമയത്ത് കാളിയമർദ്ദനം, കൃഷ്ണനാട്ടം കളി ഷീട്ടാക്കാൻ നേർന്നോളൂ. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ കാളിയമർദ്ദനം നടക്കുന്നത് കണ്ടു തൊഴുത് നമസ്കരിക്കാൻ സാധിക്കട്ടെ. ഞാനും പ്രാർത്ഥിക്കാം, ഞങ്ങൾ കൃഷ്ണാരിമിത്രങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം കേട്ടോ. അടുത്തതായിട്ട് ചേച്ചി, ഒരു വർഷത്തോളമായിട്ട് മാനസികമായും ശാരീരികമായിട്ടും വയ്യ. മനസ്സിന് ഭയങ്കര പേടിയാണ്, രോഗഭയം. ഇത് ശരീരത്തെ ബാധിക്കുന്നു. നാരായണീയം വായിച്ചു, വിഷ്ണു സഹസ്രനാമം വായിച്ചു, ഇപ്പോൾ ഒന്നിനും തോന്നുന്നില്ല. എൻ്റെ മുഖത്ത് നോക്കി ഒരാൾ പറഞ്ഞു കണ്ണന് എന്തോ പിണക്കം എന്നോടുണ്ടെന്ന്. എനിക്ക് ഭയങ്കര സങ്കടമായി. അതെന്താ ചേച്ചി എന്നോട് അങ്ങനെ പറഞ്ഞേ? ഇത് മറികടക്കാൻ എന്താണ് ചെയ്യേണ്ടത്? മറുപടി തരണേ. ചില സമയത്ത് നമ്മൾ ജ്യോതിഷന്മാരുടെ അടുത്ത് പോകുമ്പോൾ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ പറയാറുണ്ട് വ്യാഴം മറഞ്ഞിരിക്കുകയാണ് എന്ന്. വ്യാഴം നമുക്ക് എപ്പോഴും ഗുരുവായൂരപ്പൻ്റെ അനുകൂലം എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കാറുള്ളത് അല്ലെ, ജ്യോതിഷത്തിൽ നോക്കുന്ന സമയത്ത്. അപ്പോൾ വ്യാഴം മറഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ അതൃപ്തി ഉണ്ട് അങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും അദ്ദേഹത്തിനോട് ചോദിക്കും എന്താണ് പരിഹാരം. അപ്പം അദ്ദേഹം വീണ്ടും കവിടി നിർത്തിക്കൊണ്ട് പറയും എന്തെങ്കിലും വഴിപാട് ചെയ്യാൻ നോക്കിയിട്ട് മറന്നു പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ട് പറയും എത്രയോ 10-25 വർഷം മുമ്പ് നേർന്ന വഴിപാടുകളൊക്കെ നമ്മൾ ഓർത്തെടുത്തിട്ട് പറയും ശരിയാണ്, ഇങ്ങനെ ഒരെണ്ണം മറന്നു പോയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ എന്താ ചെയ്യാൻ പറയാ? ആ വഴിപാട് ചെയ്യാൻ പറയാറുണ്ട്. ഇതേമാതിരി എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാൻ അങ്ങനെ ഒരാളോടും ഒരു പിണക്കം ഉണ്ടാവില്ല, അതാദ്യം മനസ്സിലാക്കൂ. ഇന്ന് ഞാൻ കണ്ട ഒരു ഇൻസ്റ്റഗ്രാം റീലാണ് കേട്ടോ, എനിക്ക് വളരെ ഹൃദ്യമായി തോന്നിയ ഒരു റീലാണ്. അതിൽ ഒരു പെൺകുട്ടി ഭഗവാന്റെ മുമ്പിൽ പോയി നിന്ന് പറയാണ് ഭഗവാനെ, ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് അല്ല, ഞാൻ ചില സമയത്തൊക്കെ ഭഗവാനെ ആരാധിക്കും, പൂജ ചെയ്യും, പിന്നെ അങ്ങനെ റെഗുലറായിട്ട് എനിക്ക് ചെയ്യാനൊന്നും പറ്റാറില്ല. ചില സമയത്തൊക്കെ ഞാൻ എൻ്റെ മടി കൊണ്ട് മാറ്റിവെക്കും, അല്ലെങ്കിൽ വേറെ തിരക്കുകൾ കൊണ്ട് മാറ്റിവെക്കും. പക്ഷെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ഓടി അങ്ങയുടെ അടുത്തേക്ക് വരും. ഈ പ്രശ്നം വന്നാൽ മാത്രം അങ്ങയുടെ അടുത്തേക്ക് വരുന്നത് കൊണ്ടാണ്, എൻ്റെ ഇൻപെർഫെക്റ്റ് ആയിട്ടുള്ള ഈ സ്വഭാവം കൊണ്ടായിരിക്കില്ലേ അങ്ങേക്ക് എന്നെ ഇഷ്ടമല്ലാത്തതെന്ന്. അപ്പോൾ ഭഗവാന്റെ ഒരു മറുപടി, ഇത് AI ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. എൻ്റെ മനസ്സിലെ എൻ്റെ ഗുരുവായൂരപ്പൻ എന്നോട് ഇങ്ങനെയാണ് പറയാ, ഇതാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ഭഗവാനോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്, ഈ ഇംപെർഫെക്ഷൻ കാരണമായിരിക്കും ഭഗവാൻ എന്നെ ഇഷ്ടമല്ലാത്തതെന്ന്. അപ്പോൾ അതിൻ്റെ മറുപടി പറയാണ്
പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഞാൻ അനുഗ്രഹിക്കുള്ളൂ, അല്ലെങ്കിൽ അവരെ മാത്രമേ ഞാൻ സ്നേഹിക്കുള്ളൂ, ഞാൻ സ്വീകരിക്കുള്ളൂ എന്നാണെങ്കിൽ എനിക്ക് ഈ ലോകത്ത് ഇന്നാരെയും സ്വീകരിക്കാൻ പറ്റില്ല സഖി. എനിക്ക് പെർഫെക്റ്റ് അല്ലാത്തവരെയും ഇഷ്ടമാണ്. എന്തൊക്കെ ഇൻപെർഫെക്ഷൻസ് ഉണ്ട് നിനക്ക് എന്ന് പറഞ്ഞാലും, നീ റെഗുലർ ആയിട്ട് പൂജ ചെയ്യില്ല, ധ്യാനിക്കില്ല, നാമം ജപിക്കില്ല എന്ന് പറഞ്ഞാലും, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നീ ആദ്യം ഓടിയെത്തുക എൻ്റെ അടുത്തേക്കല്ലേ. അത് മതി കൃഷ്ണന് എന്ന് പറയുന്ന ഒരു രംഗം ഞാൻ കണ്ടു. എനിക്കത് വളരെ ഹൃദ്യമായിട്ട് തോന്നി. നമ്മളെല്ലാവർക്കും ബാധകമാണല്ലേ അത്. നമ്മൾ വലിയ കാര്യത്തിൽ ഇപ്പം ഞാൻ 7 ദിവസത്തെ ഭജനത്തിന്റെ കാര്യം പറഞ്ഞു. ഞാനടക്കം കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന്. വെറും 7 ദിവസം അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലേ. അപ്പൊ നമ്മൾ ഇംപെർഫെക്റ്റ് ആണ്. നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ മനസ്സിൽ നമുക്ക് അതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ ഈ പെർഫെക്റ്റ് അല്ലാത്ത ആൾക്കാരൊക്കെ ഭഗവാൻ ഇഷ്ടമില്ലാതെ വരും, ഒട്ടും വരില്ല കേട്ടോ. അപ്പൊ ഭഗവാന് നമ്മളെ ആരെയും ഇഷ്ടമല്ലാതിരിക്കാൻ സാധ്യതയേ ഇല്ല. ഭഗവാൻ അങ്ങനെ ഇഷ്ടമല്ല എന്ന് പറയുന്നേ ഇല്ല. എന്നാലും എന്തെങ്കിലും ഒരു ദോഷം തോന്നുന്നുണ്ട് എങ്കിൽ, മനസ്സുകൊണ്ട് തോന്നുകയാണ് എല്ലാം ശരിയാവാൻ, എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്താൽ ശരിയാവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പിടി പണം എണ്ണാതെ കൊണ്ടുവന്ന് ഗുരുവായൂരപ്പന് സമർപ്പിക്കും. പെട്ടെന്ന് ഗുരുവായൂർ വരാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. ഒരു പിടി പണം എണ്ണാതെ എടുത്ത് ഒഴിഞ്ഞു മാറ്റി വെക്കും. ഗുരുവായൂർ വരുന്ന സമയത്ത് ഭഗവാന് സമർപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വെച്ചതിന് ശേഷം എല്ലാ ദിവസവും കുറച്ചു നേരം ഗുരുവായൂരപ്പൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യും. നാമം ജപിക്കണ്ട, നാരായണീയം വായിക്കണ്ട, ഒന്നും ചെയ്യണ്ട. വെറുതെ ഗുരുവായൂരപ്പൻ്റെ ഏതെങ്കിലും ഒരു ചിത്രം നോക്കിയിരുന്നാൽ മതി. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ ചിത്രത്തിനോട് നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ തോന്നും. എന്താണോ വായിൽ വരുന്നത് അത് സംസാരിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ഉഷാറായി വന്ന് രോഗചിന്തകളും മാനസിക ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി ഉഷാറായിട്ട് ഗുരുവായൂരപ്പനെ വിളിക്കാൻ പറ്റും. തീർച്ചയായിട്ടും സാധിക്കും. അത് അങ്ങനെ ആയതിനു ശേഷം ഒന്നുകൂടി മെസ്സേജ് അയക്കൂ കേട്ടോ. അടുത്തതായിട്ട് ഗീതാകുമാരി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. കയറുകൊണ്ട് തുലാഭാരം നേർന്നിട്ടുണ്ട്, അതെങ്ങനെ ചെയ്യാൻ പറ്റും? 85 കിലോ കയറ് വേണ്ടിവരും, ഒന്ന് ദയവായി മറുപടി പറയണേ. കയർ ഇവിടെ ലഭ്യമായ ദ്രവ്യമാണ്. നമ്മൾ തുലാഭാരത്തിന്റെ കൗണ്ടറിൽ പോയി കയറ് കൊണ്ടാണ് തുലാഭാരം എന്ന് പറയുക മാത്രമേ വേണ്ടൂ. കയർ അവർ തന്നെ വെച്ചോളും. എത്ര കിലോ ഭാരമുണ്ട് അത് ഇൻറ്റു 1 കിലോന് 50 രൂപയെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത്രയും 85 × 50 അത്രയും രൂപ നമ്മൾ ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടതായിട്ട് വരും കേട്ടോ. അടുത്തതായിട്ട് അതുൽ പി നാഥാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി, ഉപാസിക്കുന്നതും ഭജിക്കുന്നതും സെയിം മീനിങ് ആണോ? ഈ കാലത്ത് ഒരാളെ ഭഗവാൻ ഭക്തൻ എന്ന് വിളിക്കാൻ അയാൾ എന്താണ് ചെയ്യേണ്ടത്? ഓർ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് അയാൾക്ക് വേണ്ടത്? ഈ കാലത്ത് ഭക്തൻ എന്ന് വിളിക്കാൻ പറ്റിയ ഒരു വ്യക്തി പോലും ജീവിച്ചിരിക്കുന്നില്ല എന്നാ ഞാൻ പറയുള്ളൂ. എല്ലാം സർവസ്വം എൻ്റെ ഭഗവാനാണ് എന്ന് കരുതി ഭൗതികമായ ഒന്നിലും അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കാണിച്ചു തരാൻ പറ്റുമോ നമുക്ക്? ഒരിക്കലും കാണാൻ പറ്റില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യത്തിനോട് ഒരു അഡിക്ഷനോ ഒരു അറ്റാച്ച്മെന്റോ ഉണ്ടായിരിക്കും. ഭഗവാൻ മാത്രമാണ് എല്ലാം എന്ന് വിചാരിക്കുന്ന ആളുകളെ മണ്ടന്മാരും ഭ്രാന്തന്മാരും ഒക്കെ ആയിട്ട് ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാനും സാധിക്കില്ല. പക്ഷെ ഭഗവാന്റെ കണ്ണിലുണ്ടല്ലോ എല്ലാവരും ഭക്തരാ. ഞാനും താനും അല്ലെങ്കിൽ ഞാനും നിങ്ങളും ബാക്കി എല്ലാവരും ഭക്തരാണ്. ഭഗവാനെ കൃഷ്ണ എന്ന് വിളിക്കുന്ന എല്ലാവരും ഭഗവാന്റെ പ്രിയപ്പെട്ടവരാണ്. ഉണ്ണി കൃഷ്ണ എനിക്ക് അങ്ങ് മാത്രമേ ആശ്രയമുള്ളൂ എന്ന് ഒരിക്കലെങ്കിലും പറയാൻ നിങ്ങൾക്ക് സാധിച്ചെങ്കിൽ ഗുരുവായൂരപ്പൻ പറയും, ഞാൻ ഉണ്ട് നിനക്ക്, ഞാൻ തന്നെ ഉണ്ട് നിനക്ക് എന്ന് ഗുരുവായൂരപ്പനും പറയും. അത്രയും പ്രിയപ്പെട്ടവനാണ് ഭഗവാൻ, അത്രയും കാരുണ്യവാനാണ് ഗുരുവായൂരപ്പൻ. ഇനി ഭജിക്കുന്നതും ഉപാസിക്കുന്നതും ഒന്നാണോ ചോദിച്ചാൽ അല്ല. ഉപാസന എന്ന് പറഞ്ഞാൽ ഒരാള് ശ്രീ ഗുരുവായൂരപ്പന് നിത്യവും ചെയ്യുന്ന, മുടങ്ങാതെ നിത്യവും ചെയ്യുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ, ഗുരുവായൂരപ്പനെന്നില്ല കേട്ടോ, അവരുടെ ഇഷ്ടദൈവത്തിനെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ദിവസേന ചെയ്യുന്ന കാര്യത്തിനാണ് ഉപാസന എന്ന് പറയുക. ഭജിക്കുക എന്ന് പറഞ്ഞാലും ഭഗവാനെ വിളിക്കുന്നതിനെ തന്നെയാണ് ഭജിക്കുക എന്ന് പറയാം. പക്ഷെ എന്നാലും ഭജിക്കുകയും ഉപാസിക്കുകയും തമ്മിലുള്ള ഉപാസനയിൽ കടുകിട വ്യത്യാസമില്ല. എല്ലാ ദിവസവും ചെയ്തിരിക്കും. ഭജിക്കുക പറഞ്ഞാൽ നമുക്ക് ഒരു 12 ദിവസം ഭജിക്കാം, അതല്ലെങ്കിൽ ഒരു 21 ദിവസം ഭജിക്കാം, അല്ലെങ്കിൽ 41 ദിവസം ഭജിക്കാം, അതല്ലെങ്കിൽ സംവത്സര ഭജനം നടത്താം. അത് രണ്ടും രണ്ടാണ്.
അടുത്തതായിട്ട് കടങ്ങൾ മാറാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്നാണ് ഗിരിജ ദിനേശ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് സുഭദ്ര ശിവദാസ് പറഞ്ഞിട്ടുണ്ട് അവിൽക്കിഴി വഴിപാട് ചെയ്താൽ മതി എന്ന് സവിത മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, സവിത അങ്ങനെ പറയില്ല. അവിൽ കിഴി സമർപ്പിക്കുന്നതിന് ശുദ്ധ എതിരായിട്ടുള്ള ഒരാളാണ് ഞാൻ. അതായത് കിഴിയിൽ കെട്ടിയ അവിൽ അവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നതിന് ഞാൻ എതിരാണ്. ഗുരുവായൂരപ്പന് അവിൽ ഷീട്ടാക്കുക വേണ്ടത്. ഷീട്ടാക്കിയാലാണ് അകത്തേക്ക് നേദിക്കാൻ എടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ പാക്കറ്റ് അവിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചോളൂ, അതുകൊണ്ട് വിരോധമില്ല. ഈ കിഴി കെട്ടിയ അവിലിൻ്റെ അപകടം ഒരിക്കൽ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ കിഴി ഇനി പ്രത്യേകിച്ച് മഴക്കാലമാണ് വരുന്നത്. കിഴി കെട്ടി നല്ല ഭംഗിയിൽ ഒരു ടേബിളിൽ നിരത്തി വെച്ച രീതിയിൽ അനേകം കടകളിൽ ഇവിടെ കിഴി അവിൽ കിട്ടും. മഞ്ഞ കിഴിയിലൊക്കെ പൊതിഞ്ഞ് പട്ടിയിൽ പൊതിഞ്ഞ രീതിയിൽ. പക്ഷെ ഇത് ശീതലടിക്കുക എന്ന് പറയില്ലേ, ഈ മഴയുടെ മഴച്ചാറൽ ഇങ്ങനെ കൊണ്ടിട്ടൊക്കെ ഇരിക്കുന്ന നനവൊക്കെ തട്ടിയിട്ടുള്ള അവിലായിരിക്കും. 1-2 ദിവസത്തിനുള്ളിൽ അതിൽ പൂപ്പൽ വരും. ഈ പൂപ്പൽ വന്നിട്ടുള്ള ചീത്തയായിട്ടുള്ള സാധനമാണോ നമ്മൾ ഗുരുവായൂരപ്പന് കൊടുക്കണ്ടേ? അങ്ങനെയല്ലല്ലോ വേണ്ടേ. നമ്മളെ പറ്റുകയാണെന്ന് വെച്ചാൽ സാധിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക വേണ്ടേ. പക്ഷെ അവിലൊന്നും ഇപ്പം നമ്മളാരും വീട്ടിലുണ്ടാക്കുന്ന സാധനമൊന്നും അല്ല അല്ലേ. അപ്പം നമ്മൾ പാക്കറ്റ് അവിൽ വാങ്ങിക്കുക, പല പല പാക്കറ്റുകൾ വാങ്ങിക്കുക. ഏതാണ് ഏറ്റവും സ്വാദിഷ്ടമായി നിങ്ങൾക്ക് തോന്നുന്നത് അതൊരു 4 പാക്കറ്റ് അവിലൂടെ കൊണ്ടുവച്ചോളൂ. അതുകൊണ്ട് ഒരു വിരോധവും ഇല്ല. കിഴി എന്നുള്ള വാക്ക് ഞാൻ പറയേയില്ല. കാരണം എനിക്കതിൽ തീരെ വിശ്വാസമില്ല. കുചേലൻ പണ്ട് കിഴിയിൽ കെട്ടിയിട്ട് അവിൽ കൊണ്ടുപോയി കൊടുത്തിരുന്നത്. കുചേലന്റെ പോലെ അത്രയും ഭക്തരാണോ നമ്മൾ? അദ്ദേഹത്തിന് എല്ലാ ഡിറ്റാച്ച്മെന്റും ഉള്ള ആളായിരുന്നു അദ്ദേഹം. ഭഗവാനോട് മാത്രമേ അദ്ദേഹത്തിന് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആവാൻ നമുക്ക് പറ്റുമോ? ഒരിക്കലും ഇല്ലല്ലോ. അപ്പം നമ്മൾ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തി നല്ലത് മാത്രം ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ പറയുമ്പോൾ എപ്പോഴും പറയാം, ഒന്നിലോ നിങ്ങൾ ഷീട്ടാക്കിയാൽ നേരിട്ട് ഗുരുവായൂരപ്പന് നേദിക്കാൻ ഉള്ള അവിലിൽ ഒരു ഭാഗം നമ്മുടെ വകയാവും. അതല്ലെങ്കിൽ നിങ്ങൾ പാക്കറ്റിൽ കിട്ടുന്ന അവിൽ വാങ്ങിയിട്ട് ഗുരുവായൂരപ്പന് കൊണ്ടുപോയി വെച്ചോളൂ, അതുകൊണ്ടും വിരോധമില്ല. ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്ന് ചെയ്യൂ കേട്ടോ. അടുത്തതായിട്ട് ചേച്ചി നമസ്കാരം. 5 വയസ്സുള്ള കുട്ടിയുടെ കുസൃതി മാറാൻ, അനുസരണക്കേട് മാറാൻ എന്താണ് ചെയ്യുക? മഞ്ചാടി കൊണ്ട് തുലാഭാരം, അതല്ലെങ്കിൽ കുന്നിക്കുരു കൊണ്ട് തുലാഭാരം തൂക്കിക്കോളൂ കേട്ടോ. കുന്നിക്കുരു വികൃതി മാറാനും അല്ലെങ്കിൽ വികൃതി ആവാനും, വികൃതി എന്ന് പറയാൻ പറ്റില്ല, ഊർജ്ജസ്വലരാവാൻ, ചുറുചുറുക്ക് ഉണ്ടാവാൻ, സ്മാർട്ട് ആവാനും അത് നല്ലതാണ്. ഓവർ സ്മാർട്ട്നെസ് കുറയ്ക്കാനും അത് നല്ലതാണ്. അനുസരണ ഉണ്ടാവാനും അടക്കവും ഒതുക്കവും ഉണ്ടാവാനും ഒക്കെ കുന്നിക്കുരു കൊണ്ട് തുലാഭാരം തൂക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് ശ്യാമപ്രിയം എന്ന ഐഡിയിൽ നിന്നാണ്. എൻ്റെ സ്ഥലം വയനാടാണ്. ഞാൻ സൺഡേ ഗുരുവായൂർ വരുന്നുണ്ട്. ഒരു ചേന അവിടെ നേർച്ച പറഞ്ഞിരുന്നു സ്കിൻ ഡിസീസ് മാറാനായിട്ട്. എവിടെയാണ് അത് വെക്കേണ്ടത്? ആർക്കെങ്കിലും അറിയുമെങ്കിൽ പറയുമോ എന്നാണ്. ചേന നമുക്ക് വാങ്ങിക്കൊണ്ടുവന്ന് നടക്കൽ, അതായത് കൊടിമരത്തിൻ്റെ ചോടയുള്ള ഭണ്ണാരത്തിൻ്റെ മുകളിൽ സമർപ്പിക്കാം. അതല്ല നമ്മൾ വാങ്ങിയിട്ടില്ലെങ്കിൽ അവിടെ തന്നെ ചേന ഉണ്ടാവും. കൊടിമരത്തിൻ്റെ ചോടയുള്ള നമ്മുടെ കൈൻ്റെ ഇടതുവശത്തായിട്ട് അവിടെ കൂട്ടി വെച്ചിട്ടുണ്ടാവും ഈ ഭഗവാന് കിട്ടുന്ന സാധനങ്ങളെല്ലാം. അതിൽ ചേന ഉണ്ടാവും. അതിലൊരു ചേന എടുത്തു കൊണ്ടുവന്ന് ഭണ്ണാരത്തിൻ്റെ മുകളിൽ സമർപ്പിച്ചിട്ട് തത്തുല്യമായ തുക ഭണ്ണാരത്തിൽ നിക്ഷേപിച്ചാലും മതി. ഇത് പറയുന്ന സമയത്ത് കുറേ ആൾക്കാർ ആക്ഷേപിച്ചിരുന്നു, ഒരാൾ വെച്ചത് തന്നെയാണോ രണ്ടാമത് വെക്കുകയെന്ന്. അങ്ങനെയല്ല. അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ തുലാഭാര കൗണ്ടറിലെ എല്ലാ ദ്രവ്യങ്ങളും. ഒരാളെ തുലാഭാരം തൂക്കിയ സെയിം ദ്രവ്യം കൊണ്ട് തന്നെയാണ് നമ്മളെ രണ്ടാമതും തൂക്കുന്നത്. എന്നിട്ട് എന്താ, നമ്മൾ അതിനുള്ള തത്തുല്യമായ തുക അടയ്ക്കുകയല്ലേ ചെയ്യണേ. അതേമാതിരി തത്തുല്യമായ തുക അടയ്ക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ചേന വാങ്ങി കൊണ്ടുവന്ന് കൊടിമരത്തിൻ്റെ ചോടയുള്ള ഭണ്ണാരത്തിൻ്റെ മുകളിൽ വയ്ക്കാം. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ ദിവസം നിങ്ങളെ കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.